നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് മൂലം 14 വർഷം തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിൽ 7 വയസ്സുകാരൻ. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച നീഡിൽ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് ഈ ദുരവസ്ഥ. വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. അങ്ങനെ അപ്പോൾ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിലെ ബെഡിലോട്ട് കിടത്തിക്കൊള്ളാൻ പറഞ്ഞു, അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ആ ബെഡിനകത്തോട്ട് കുട്ടി കയറിയിരിക്കുകയും ഈ ബെഡിൻ്റെ മേളിലൊരു റെക്സിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡിൻ്റെ റെക്സിൻ ഷീറ്റിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ സൂചി ഇരുന്നത്. കാണാൻ പറ്റത്തില്ല. കുട്ടി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ കുത്തിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് റെക്സിൻ ഷീറ്റ് മാറ്റി നോക്കുമ്പോഴാണ് സിറിഞ്ച് സൂചിയായിട്ട് ഇങ്ങനെ മേളിലോട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുട്ടിയുടെ പാൻറ് താത്ത് നോക്കുമ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ സിസ്റ്ററെ വിളിച്ച് കാര്യം പറഞ്ഞു. സിസ്റ്റർ അന്നേരം തന്നെ വന്നു നോക്കിയിട്ട് അന്നേരം തന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും പേരെ അവിടെ നിർത്തിക്കൊണ്ട് കൊണ്ടുവന്നു. അന്നേരം തന്നെ ബെറ്റാഡിൻ തുത്ത് ക്ലീൻ ചെയ്തു. അപ്പോൾ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടറില്ല. ഡോക്ടർ ഏതോ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് സർജറി റൂമിലോട്ട് കയറിയേക്കാന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വന്ന് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഒരു അറ്റൻഡർ ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നമ്മുടെ ലാബിൽ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 7 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് 72 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇത് ആര് ഉപയോഗിച്ചാണെന്നോ എന്താണെന്നോ അവർക്ക് തന്നെ ഒരു പിടുത്തവും ഇല്ല. ഉപയോഗിച്ച സൂചിയാണെന്ന് അവർ പറയുന്നത്. ആര് ഉപയോഗിക്കത്തെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പാക്കിംഗ് ആണ്. അപ്പോൾ ഉപയോഗിച്ചതാണ് അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറഞ്ഞു 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അവിടെ തന്നെ. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ തുടർച്ചയായി ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ മൂലം, ചികിത്സാ പിഴവ് മൂലം നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഈ ആശുപത്രി ജീവനക്കാരുടെ ഒരു അലക്ഷ്യമായിട്ടുള്ള നടപടികൾ മൂലം ഒരു കുഞ്ഞ്, ഒരു 7 വയസ്സുകാരൻ അനുഭവിക്കുന്ന ദുരിതം. അതായത് ഒരു 14 വർഷത്തോളം HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ദുരവസ്ഥ. ഇത് എന്നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്? ഇവർ പരാതി പറയുന്നത് പോലുള്ള ഈ നീഡിൽ എന്നാണ് കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്? ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടിയോ വിശദീകരണമോ വന്നിട്ടുണ്ടോ? ടോം, ഇത് അത്യന്തം ഗുരുതരമായ അലംഭാവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ, അതായത് കായംകുളം താലൂക്ക് ആശുപത്രി സംബന്ധിച്ച് ഇതിനു മുമ്പും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള ഒരിടമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇത്തരമൊരു ദുരിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കായംകുളം പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ ശരീരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ച്, അതായത് നീഡിലെ കുത്തിക്കയറി ഉണ്ടായ പരിക്കിനെ തുടർന്നാണ് ഇത്തരത്തിൽ കായംകുളം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കേസാണ് അത് എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് കഴിഞ്ഞ 23 അടുത്താണ് ഈ കുട്ടിക്ക് രാത്രി പനിയുമായി ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിയ കുട്ടിയോട് പനിക്കുള്ള മരുന്ന് വെക്കുന്നതിനായി പറയുന്നു. തുടർന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചിട്ടുള്ള ബെഡിലേക്ക് ഇരിക്കാനായി കുട്ടിയോട് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ മരുന്ന് എഴുതിയതിനെ തുടർന്ന് ആ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി കാഷ്വാലിറ്റി ബെഡിലേക്ക് ഇരുന്ന കുട്ടിയുടെ തുടയിലാണ് ഇത്തരത്തിൽ സൂചി തുളച്ചു കയറുന്ന സാഹചര്യമുണ്ടായത്. അന്ന് രാത്രി തന്നെ ഈ കുട്ടിയെ HIV അടക്കമുള്ള ടെസ്റ്റുകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യുന്നു. അതിനുശേഷം അതിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കെടുകാര്യസ്ഥതയുടെ മറ്റൊരു തെളിവ് വണ്ടാനത്തും ഉണ്ടായി. അതായത് ഈ കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നടത്തേണ്ട ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പരിശോധനാ ഫലം 72 മണിക്കൂറിനുള്ളിൽ കിട്ടിയാൽ മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുകയുള്ളായിരുന്നു. അങ്ങനെ ഈ 72 മണിക്കൂറിനുള്ളിൽ നടത്തി കിട്ടേണ്ട ടെസ്റ്റിൽ ഒരു ടെസ്റ്റുകൾ പോലും ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് രാത്രി ഈ അച്ഛൻ
കുഞ്ഞിനെയും കൊണ്ട് സ്വകാര്യ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഫലം ലഭിക്കുമ്പോൾ 4 ദിവസം പിന്നിട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഇത്തരത്തിലൊരു സൂചി, അതായത് നമുക്കറിയാം നീഡിൽ അടക്കമുള്ള ഉപകരണങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കൃത്യമായ പ്രോട്ടോകോൾ ഉള്ള ഒരു ഇടമാണ്. ഈ സൂചികൾ ഉപയോഗിച്ചാൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ രോഗസാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പേഷ്യന്റിന്റെ സൂചി ഉപയോഗശേഷം കൃത്യമായ ഒരു പ്രോട്ടോകോൾ പാലിച്ച് തന്നെയാണ് അത് സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ പോകേണ്ടത്. എന്നാൽ അതിൽ കൃത്യമായ ഒരു അലംഭാവം ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കുഞ്ഞിന് അത്തരം ഒരു സൂചി ഉപയോഗിച്ചുള്ള പരിക്കുണ്ടായത്. ഇതിൽ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം എന്ന് പറയുന്നത് 14 വർഷത്തേക്ക് ഈ കുഞ്ഞ് എല്ലാ 3 മാസം കൂടുമ്പോഴും HIV ഒപ്പം തന്നെ TB അടക്കമുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാകണം എന്നുള്ളതാണ്. അതായത് 14 വർഷത്തേക്ക് നമ്മുടെ ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച ഒരു കുഞ്ഞിനെയും ഒരു കുടുംബത്തെയും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സംവിധാനത്തിൽ ഗുരുതരമായ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൂചി കൊണ്ടതോ മുറിവേറ്റതോ അല്ല, മറിച്ച് ഇത്തരമൊരു ഗുരുതരമായ രോഗസമാനമായ സാഹചര്യത്തിലേക്ക് അത്തരമൊരു ഭയം അവരുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് 14 വർഷത്തേക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യാനായി കൊണ്ടുപോകേണ്ട രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നും അറിയാത്ത നിരപരാധിയായ ഒരു കുഞ്ഞാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അലംഭാവം മൂലം, ഗുരുതരമായ വീഴ്ച മൂലം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവമായി ഇവരുടെ അലംഭാവം മൂലം തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആശുപത്രി അധികൃതരെ സംബന്ധിച്ച് അത് നിസ്സാര കാര്യമായിരിക്കാം. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ശരണ്യയുടെയും എന്റെയൊക്കെ മക്കളുടെ കാര്യത്തിൽ ഇത്തരം ഒരു വിഷയം വരുമ്പോഴായിരിക്കും നമുക്ക് ഓരോ മാതാപിതാക്കൾക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദന മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടിയാണ്, ഇത് പരാതിയുമായി മുന്നോട്ട് പോകുന്നു ഈ കുടുംബം, എന്ത് നടപടിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്? ഒരു അന്വേഷണത്തിനെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടോ ശരണ്യ? അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ? ഇതിനു മുൻപ് ശരണ്യ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ, നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ കുറ്റക്കാർക്കെതിരെ, വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊക്കെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഈ കേസിലും ഈ കായംകുളം ഈ ആശുപത്രിയിലെ ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ട സംഭവത്തിലും എന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കാമോ? ടോമി, കേസിൽ FIR ഇട്ടിട്ട് തന്നെ എത്ര ദിവസങ്ങൾ പിന്നിടുന്നു എന്നറിയാവോ? ഇതിനകത്ത് ഒരു നടപടിയും, FIR ഇട്ട ഒരു കേസിൽ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആശുപത്രി സൂപ്രണ്ട് ആ കുടുംബത്തോട് പറഞ്ഞത് ഇക്കാര്യം പുറത്തേക്ക് പറഞ്ഞ് വിവാദമാക്കരുത് എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനയാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർക്ക് ഇതിന്റെ ഗുരുതരാവസ്ഥ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് ആ കാഷ്വാലിറ്റിയിലെ ഈ കുട്ടിയെ കാണിച്ച ഷീറ്റ്, റെഫറൻസ് ഷീറ്റ് അടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് രാത്രി തന്നെയാണ് കുഞ്ഞിനെ റെഫർ ചെയ്തിട്ടുള്ള 12 മണിയോടെ ആ കുഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി പോവുകയും അവിടെ ചെല്ലുന്ന അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം 72 മണിക്കൂർ കൊണ്ട് ടെസ്റ്റ് നടത്തി റിസൾട്ട് കിട്ടേണ്ട ഒരു രക്ഷകർത്താവ് രാത്രി ഇവിടെ നിന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതിനു വേണ്ടിയുള്ള ഒരു സംവിധാനവുമില്ല. പിറ്റേ ദിവസം പരിശോധിക്കണമെങ്കിൽ ഈ വിഭാഗത്തിൽ, HIV അടക്കമുള്ള വിഭാഗത്തിലെ ഡോക്ടർമാർ വന്നതിന് ശേഷം മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാഷ്വാലിറ്റി വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത്. പിന്നീട് ഈ കുഞ്ഞിനെയും കൊണ്ട് അവര് സ്വകാര്യ ലാബ് തേടി പോകേണ്ടി വരുന്നു. ഇങ്ങനൊരു ടെസ്റ്റ് എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിരവധി ടെസ്റ്റുകൾ അവർ എഴുതി കൊടുത്തിരുന്നു. ഈ ടെസ്റ്റുകളുടെ ഭാഗമായി സ്വകാര്യ ലാബ് തേടി അച്ഛൻ പോകേണ്ടി വരുന്നു. ഒപ്പം തന്നെ അവരുടെ കൈക്കുഞ്ഞും ഒക്കെ മറ്റൊരു കുട്ടിയും ഒക്കെ ആയാണ് ഇവർ ആശുപത്രിയിലേക്ക് രാത്രി അവിടെ നിന്ന നിൽപ്പിലാണ് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ കുഞ്ഞിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതിനെയും കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ ഓടിയെത്തേണ്ടി വരുന്നു. അവിടെ നിന്നും ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടത്തേണ്ട ടെസ്റ്റുകളൊന്നും അവിടെ നടത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല, 72 മണിക്കൂറിനുള്ളിൽ അടിയന്തരമായ റിസൾട്ട് ലഭിക്കേണ്ട ഒരു ടെസ്റ്റ് നടത്തി കിട്ടുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. അത്രമേൽ പ്രതിസന്ധി, അത് നമ്മളുടെ ആരുടെയെങ്കിലും മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ ഗുരുതരാവസ്ഥ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അത്ര മോശമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. ഈ 14 വർഷം ഈ കുഞ്ഞ് ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാകണം എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തുകൊണ്ട് അത്തരമൊരു ടെസ്റ്റിന് വിധേയമാകണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ. ഈ 14 വർഷവും അവർ തീതിന്ന് തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരമൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഗുരുതരമായ പിഴവിൽ
ഇതുവരെ ആശുപത്രി അധികൃതർ അത് ആർക്കാണ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വന്ന് എടുത്ത നീഡിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ആരുപയോഗിച്ചു, ആർക്ക് ഉപയോഗിച്ചു എന്നുള്ളതൊന്നും സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ആശുപത്രി അധികൃതർക്ക് പോലുമില്ല. അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം CCTV അടക്കം എന്തായാലും ഉപയോഗിക്കുന്നതാണ്, ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു അലംഭാവം ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താനോ ഒന്നും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് ആ കുടുംബം ആ ദിവസങ്ങളിൽ തന്നെ പരാതി നൽകിയിരുന്നു. അതിനകത്തും ഒരു റെസ്പോൺസും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് പോലും ആശുപത്രിയിൽ അല്ലെങ്കിൽ വകുപ്പ് തല നടപടിയിലേക്ക് നീങ്ങാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 14 വർഷവും 3 മാസം കൂടുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ടെസ്റ്റുകൾക്ക് വിധേയനാക്കാൻ വേണ്ടി ആ രക്ഷകർത്താക്കൾക്ക് പോകേണ്ട ഗതികേടിലാണ് അവർ, ദുരവസ്ഥയിലാണ് അവർ എന്നുള്ളത്. നമ്മുടെ സമൂഹം ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുമെന്ന് അറിയാമല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ. ശരണ്യ സൂചിപ്പിച്ചതുപോലെ 14 വർഷം 3 മാസം കൂടുമ്പോൾ HIV TB ടെസ്റ്റുകൾ നടത്തുക, അതിനുവേണ്ടി അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ ഓരോ ദിവസവും ആശുപത്രിയിൽ പോകുമ്പോഴും ഈ ടെസ്റ്റ് നടത്താൻ പോകുമ്പോഴും ആ മാതാപിതാക്കളുടെ ഓരോ ദിവസത്തെയും തൊഴിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ വേതന നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, അങ്ങനെ 14 വർഷമായിരിക്കും ഈ കുടുംബം ഒരു ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നത്. ശരണ്യ, ഇവരുടെ നിലവിലെ ഈ പരാതിയുമായി ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്, പോലീസിനെ സമീപിച്ചിരിക്കുന്നു, പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏത് രീതിയിലൊരു നടപടി വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം? അതായത് ഈ ആശുപത്രിയുടെ വീഴ്ച മൂലമുണ്ടായ ഈ സംഭവത്തിൽ ഒരു നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ? അത്തരം ഒരു നിയമ നടപടിയിലേക്ക് കുടുംബം പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് ഈ സർക്കാർ സംവിധാനങ്ങളിലൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് ആ കുടുംബത്തിന്റെ തീരുമാനം. നിയമപരമായ നടപടികളുമായി അവർ പോകും. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. മാത്രമല്ല, ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും അതിനകത്ത് മറ്റു നടപടികളും തുടർ നടപടികൾ ഉണ്ടായില്ല. ഒപ്പം ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസം കോടതിയാണ്. കോടതിയിൽ നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ആ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ്. നിർധനരായ ആളുകളാണ്, സാധാരണക്കാരായ മനുഷ്യരാണ് ആശുപത്രിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന് ഈ ഒരു സാഹചര്യം മറ്റൊരാൾക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടിയെ കൊണ്ട് ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാക്കാനൊക്കെ പോകുന്ന ഘട്ടത്തിൽ സമൂഹത്തിലുള്ള മറ്റാളുകളാണെങ്കിലും എപ്പോഴും ഒരു ആശങ്കയോടുകൂടി ഇവരെ സമീപിക്കുകയും ഒക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇതിനെല്ലാം മറികടന്ന് അവർ ഈ വിഷയം നമ്മളോട് തുറന്നു പറയാൻ തയ്യാറായത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനാസ്ഥ, ഇങ്ങനൊരു പിഴവ് ഇനിയും ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ നമുക്ക് മുന്നിലേക്ക് വന്നത്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. അവർ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ടോം, തീർച്ചയായും ഇപ്പോൾ കോടതിയെ അവർ സമീപിക്കുന്നുണ്ട്, പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? മന്ത്രിക്കോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആശുപത്രി, കായംകുളം ആശുപത്രിയിലുണ്ടായ ഈ വീഴ്ചയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? സാധാരണ നമുക്കറിയാം, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചകളും കത്രിക ഈ വയറ്റിൽ കുടുങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ ഇവരെ സംരക്ഷിക്കുന്ന, കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നടപടിയായിരുന്നു മന്ത്രിയും വകുപ്പും സ്വീകരിച്ചത്. അങ്ങനെ മന്ത്രിയുടെ അടുത്ത് ഈ കുടുംബം ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ? അവർക്ക് പ്രതീക്ഷ അവിടെ നിന്നും ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടുമെന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷയുണ്ടോ ശരണ്യ? ആരോഗ്യമന്ത്രിക്ക് പരാതി കൈമാറിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷവും ഒരു മറുപടിയും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയുടെ പരാതി അയക്കുന്ന ഇമെയിൽ മുഖാന്തരമാണ് ആരോഗ്യമന്ത്രിക്ക് അവർ പരാതി കൈമാറിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറിയിട്ട് പോലും അതിനകത്തൊരു അന്വേഷണം, ഈ ജില്ലയിൽ ഉണ്ടായിട്ട് പോലും അത്തരമൊരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു കേവലം ഒരു സൂചി കൊണ്ട ഒരു സംഭവമായി മാത്രം ഒതുക്കി തീർത്ത് പോകും എന്നുള്ളതാണ് ഇവരെല്ലാവരും കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ മറ്റൊരു മറുവശത്തെക്കുറിച്ച്
കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇത്തരത്തിൽ ആശങ്കയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന 14 വർഷം, അതായത് 7 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 21 വയസ്സ് വരെ അവന്റെ ജീവിതത്തിൽ തുടരുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയും വഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കുടുംബം മുഴുവൻ ആ ആശങ്ക പേറേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയത്തെ നോക്കിക്കാണുകയാണ് ആ കുടുംബം. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഈ പറഞ്ഞതുപോലെ ആശുപത്രി അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇനി അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും കോടതിയിലേക്ക് പോകാൻ തന്നെയാണ്. കോടതി നടപടികളുമായി കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് ആ കുടുംബം നമ്മളോട് രാവിലെയും അറിയിച്ചിട്ടുള്ളത്. അവർ പങ്കുവെക്കുന്ന ആശങ്ക വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാൽ പോലും, നമ്മൾ എത്ര ആശ്വസിപ്പിച്ചാൽ പോലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം 14 വർഷം അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ടെൻഷനോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരുന്ന രക്ഷകർത്താക്കളുടെ ആശങ്ക അവർ പങ്കുവെക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. തീർച്ചയായും ഇതൊരു സർക്കാർ സംവിധാനത്തിനെ ആശ്രയിച്ച, വിശ്വസിച്ചെത്തിയ ഒരു കുടുംബത്തിനെ നേരിടേണ്ടി വന്ന ഗുരുതരമായ അവരുടെ അനാസ്ഥ മൂലമുണ്ടാകുന്ന ദുരവസ്ഥയാണ്. ഇതിന് തീർച്ചയായും മറുപടി പറയേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. വകുപ്പ് തല അന്വേഷണം പോലും ഈ സംഭവത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ടോം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം ആശുപത്രിയിലെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഒരു കുടുംബത്തെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 7 വയസ്സുകാരൻ 14 വർഷത്തോളം HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ആ കുടുംബം മാറിയിരിക്കുന്നു. വലിയ ആശങ്കയാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. പരാതി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പക്ഷേ യാതൊരു വിശദീകരണമോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ കായംകുളം പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം മാത്രമല്ല, അവർ വരുന്ന 14 വർഷം അവർ നടത്തേണ്ട ചികിത്സകളുണ്ട്, പരിശോധനകളുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കർണാടകയിലെ ഷിരൂരിലേക്കാണ്. ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിൽ ഇപ്പോൾ ദുഷ്കരമാണ് എന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നു. ഗംഗാവലി നദിയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ നിരവധി തവണ ഡൈവ് ചെയ്തെങ്കിലും മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാരണം ലോറിയുടെ അടുത്തെത്താനായിട്ടില്ല. ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിയാൽ മാത്രമേ മരങ്ങൾ നീക്കം ചെയ്യാനാകൂ. നമ്മൾ ഇന്നലെ ആ ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭാരത് ബെൻസിന്റെ വീൽ ജാക്കിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് രാവിലെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് തെരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ ആണെങ്കിൽ ഈശ്വർ മൽപ്പയുടെ ടീം മാത്രമായിരുന്നു. ഇന്ന് നേവി ഉണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്. ഈശ്വർ മൽപ്പയുടെ ഫുൾ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ മുങ്ങിത്താഴ്ന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയത്. നിങ്ങളൊക്കെ മീഡിയാസൊക്കെ ഇന്ന് ഡയറക്റ്റ് തൊട്ടടുത്ത് നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ ലോകത്തോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുങ്ങൽ വിദഗ്ധർ പുറത്ത് വന്ന് കളക്ടറോടും MLA-മാരെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര അവർ ആഴത്തിൽ പോയാലും കുറേ മരങ്ങൾ, ഈ മണ്ണിടിച്ചലിന്റെ സമയത്തുണ്ടായ വലിയ വലിയ മരങ്ങളും പാറക്കെട്ടുകളല്ലാതെ വേറെ ഒരു സാധനങ്ങളും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കളക്ടറും SP-യും ഇവിടുത്തെ MLA-യും ഞാനും ആലോചിച്ചപ്പോൾ, ഞാനും അവരുമായി ആലോചിച്ച് ഈ ആശയം അവരുമായി പങ്കുവെച്ചപ്പോൾ, ഗോവയിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ഡ്രഡ്ജിംഗ് മെഷീന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അന്ന് തന്നെ ഡ്രഡ്ജിംഗ് മെഷീന് തടസ്സം വന്നത് കൊങ്കൺ റെയിൽവേയിലെ മേൽപ്പാലവും നമ്മുടെ ഇവിടുത്തെ ഗംഗാവലിയുടെ ബ്രിഡ്ജുമാണ് തടസ്സം വന്നത്. കടൽ മാർഗം അത് കൊണ്ടുവന്ന് ഈ മുകളിൽ ഡൈവ് ചെയ്ത ആളുകൾ ചൂണ്ടിക്കാണിച്ച മരങ്ങളും പാറകളും മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഭാരത് ബെൻസിന്റെ അടുത്തേക്ക്, അർജുന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. And today also that Ishwar has come. There was a confusion that some people from Kerala news media called me, why you are stopping Ishwar to do his work. It is not like that. Yesterday I was there and I bought 2 local boats. And without local boats or without NDRF, KDRF, whatever, state SDRF, we cannot take the risk. For that, it was delayed, nothing more than that. Today I spoke to your agriculture department in Kerala, Baba, what is the status of that particular machine, floating machine. Then he said, machine with the 2 nautical miles, no problem, but operator is not well. He is having some disease
problem, and it has affected his liver also. That's what Mr. Agriculture Department. You mean the dredging machine? Yeah, dredging. It's not a dredging. It is just scattering the way. What I want to see now, our person is trying, right? In front of you only you are looking. He is going even down below from the ground. But he cannot open the mud. How much he can open the mud? If he opens, then again it will, the soil become red. ഇന്ധനാംശം കണ്ടെത്തിയ സ്ഥലവും ലോറിയുടെ ജാക്കി ഇന്നലെ കണ്ടെത്തിയ സ്ഥലവും ഉൾപ്പെടെ 4 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പുറമെ നാവികസേനയും NDRFും തെരച്ചിലിനിറങ്ങി. KV ബൈജു ചേരുന്നു ഷിരൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ബൈജു, അർജുനെ കാണാതായിട്ട് 1 മാസം ആവുകയാണ്. വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥ. അതിനിടെയാണ് ഈശ്വർ മൽപ്പയും സംഘവും തെരച്ചിലിനിറങ്ങിയത്. ഇന്നത്തെ ഈ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടോ? ഈ തെരച്ചിലിന് തടസ്സമായി മരങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുന്നു. കാലാവസ്ഥ എങ്ങനെയാണിപ്പോൾ? ടോമെ, തീർച്ചയായും ഈ തിരച്ചിൽ ദുഷ്കരമാണ് എന്നാണ് ഈ MLA, കാർവാർ MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്, അതിനായുള്ള ശ്രമം ആരംഭിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടെ എത്തിക്കുമെന്നാണ്. അത് പക്ഷേ ഈ റോഡ് മാർഗം എത്തിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് കടൽ മാർഗം എത്തിച്ച് ഈ പുഴയിലൂടെ ശിരൂർ പുഴയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അത് ഒരു പക്ഷേ നീണ്ടുപോയേക്കാം, 2-3 ദിവസം എടുത്തേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ കേരളത്തിൽ മണ്ണൂത്തി സർവകലാശാലയിലുള്ള ഈ യന്ത്രം അത് 4 നോട്ടിക് മൈൽ വരെ മണ്ണ് ഇത്തരത്തിൽ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് കേരള സർക്കാർ അറിയിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 നോട്ടിക് മൈൽ മാത്രമാണ് ഈ വെള്ളം ഉള്ളത്. അതുകൊണ്ട് ആ യന്ത്രം ഉടനെ എത്തിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേരള സർക്കാർ ഇതുവരെ തയ്യാറാവുന്നില്ല എന്നൊരു പരാതിയും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. അതിനുള്ള പണം തങ്ങൾ നൽകാം, കർണാടക നൽകാം, അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് ആ സമീപത്തായുള്ള മൺകൂനകളൊക്കെ നീക്കം ചെയ്ത് ആ മൺകൂനകൾ നീക്കം ചെയ്തതിന് ശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറി അപകടത്തിൽപ്പെട്ടപ്പോൾ ഇതിനിടയ്ക്ക് അപകടത്തിൽ ഈ അർജുനോ അതുപോലെ തന്നെ 2 പേരോ പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അത് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിനായി ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള പുരോഗതിയൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും നിരാശാജനകം. എന്തായാലും ഇന്നലെ അരമണിക്കൂർ തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെ ആ ലോറിയുടെ 3 പ്രധാനപ്പെട്ട ഈ യന്ത്ര അതായത് ഒരു ജാക്കി ഉൾപ്പെടെയുള്ള 3 വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മൽപ്പെ തെരച്ചിലിനായി ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ നേവിയും ഇത്തരത്തിൽ ഇന്ന് തെരച്ചിലിനായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഏതെങ്കിലും അത്തരത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒന്നും ഈ തെരച്ചിൽ ലഭിച്ചിട്ടില്ല എന്നാണ് MLA വ്യക്തമാക്കിയത്. എന്തായാലും തിരച്ചിൽ ഇനിയും തുടരും, ഒരു പക്ഷേ രാത്രിയും വേണമെങ്കിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്, അതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേവിക്കൊപ്പം SDRFും NDRFും ഒക്കെ ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഈ തെരച്ചിലുണ്ട്. ഇന്ന് ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നതെങ്കിലും ഈ ഈശ്വർ മൽപ്പയാണ് പ്രധാനമായും ഇത്തരത്തിൽ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റൊരാൾ കൂടി ഉണ്ട്. 6 തവണ അദ്ദേഹം ഉച്ചയോടുകൂടി തന്നെ ഈ മുങ്ങൽ ഇത്തരത്തിൽ പുഴയുടെ ആഴത്തിലേക്ക് എത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പുതുതായി എന്തെങ്കിലും ഇവിടുന്ന് കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറെ നിരാശ ഉണ്ടാക്കുന്നതും. എന്തായാലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടും ഉച്ചവരെ ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള പ്രതീക്ഷയുള്ള ഒരു വിവരങ്ങളും പുറത്ത് ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് MLA വ്യക്തമാക്കിയത്. SP-യും കലക്ടറും ഒക്കെ ഈ സംഭവ സ്ഥലത്തുണ്ട്. തിരച്ചിൽ ഇനിയും തുടരും, വരും ദിവസങ്ങളിലും തുടരും. അത് ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ പറ്റുമോ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കേട്ടോ ബൈജുലേക്ക് തിരികെ എത്താം. അതിനിടെ ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. നേരത്തെ ഗംഗാവലി നദിയിൽ നിരവധി തവണ ഡൈവ് ചെയ്ത മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ ലോഹഭാഗം കണ്ടെടുത്തിരുന്നു. എന്നാൽ കണ്ടെടുത്തത് ലോറിയുടെ അവശിഷ്ടം അല്ലെന്നാണ് ഈ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചത്. മനാഫിന്റെ പ്രതികരണത്തിലേക്ക്.
ജാക്കിയാണോ? ജാക്കിയുടേതാണോ? എന്താണ് മനാഫ് എന്താണ് ഇത് മറ്റേ കണ്ടെയ്നറിന്റെ ലോക്കില്ലേ? കണ്ടെയ്നറിന്റെ ലോക്കാണ്. ട്രക്കിന്റെ ഭാഗമാണോ? നിങ്ങളെ വണ്ടിയുടെ അർജുന്റെ അല്ല. ഈ മനാഫ് പറയുന്നത് അത് ജാക്കിയുടെ ഭാഗമല്ല എന്നാണ്. എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകളാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ജിതിൻ പ്രതികരിച്ചത്. ലോറിയുടെ ജാക്കി കണ്ടെത്തിയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്ന് ജിതിൻ പ്രതികരിച്ചു. ഒഴുക്ക് കുറഞ്ഞതിനാൽ നദിക്കടിയിൽ കാര്യങ്ങൾ വ്യക്തമായി കാണുന്നുണ്ടെന്ന് വിദഗ്ധൻ ഈശ്വർ മൽപെ അറിയിച്ചുവെന്നും ജിതിൻ വ്യക്തമാക്കി. ഈശ്വർ മാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്. കാരണം ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ വണ്ടി ഇനി ചളിയിലാണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ടാണ്. അത് ഞാൻ കണ്ടിരുന്ന റിപ്പോർട്ടിന്റെ കോപ്പി. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിന് വിരാമം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ജാക്കി നമുക്ക് കിട്ടുക. അതൊരു നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യം തന്നെയാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഒരു മാസത്തിലേക്ക് നീളുകയാണ്. അതായത് അർജുനെ കാണാതായിട്ട് ഒരു മാസമാകുന്നു. പ്രതീക്ഷ നൽകുന്നത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ ഈ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നാവികസേനയും NDRF സംഘവുമുണ്ട്. പക്ഷേ ഈ മരങ്ങൾ ഈ പുഴയിലുള്ളത് അത് വലിയ തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ദുഷ്കരമാണ് എന്ന് തന്നെയാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈജുവിലേക്ക് തന്നെ, ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. കുടുംബം പങ്കുവെക്കും. നമ്മളും അത് തന്നെയാണ്. നമുക്ക് ലോറി ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ആ ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ മനാഫൊക്കെയാണ് അത് സ്ഥിരീകരിച്ചിരുന്നത്. നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ അരമണിക്കൂർ തെരച്ചിലുണ്ടായത്. ഇന്നും നമ്മൾ അതേ രീതിയിൽ തന്നെയാണോ? ഇന്ന് കൂടുതൽ ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ന് മൽപ്പന്റെ കൂടെ തന്നെ മൽപ്പന്റെ മൊത്തം ടീമും ഇന്ന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നേവിയും മറ്റെല്ലാ NDRFും എല്ലാ ആളുകളും വരുന്നുണ്ട്. കൂടുതൽ പ്രതീക്ഷയാണ്. കുറച്ച് നേരം വൈകിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് തെരച്ചിലിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥയും നല്ല അനുകൂലമാവാനാണ് ചാൻസ് എന്ന് പറയണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഗംഗാവലി നദിയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. നാവികസേനയും NDRF സംഘവും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. KV ബൈജുവിലേക്ക് ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള വെല്ലുവിളികളുണ്ട് ഈ തെരച്ചിൽ സംഘത്തെ സംബന്ധിച്ച്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മരങ്ങൾ ഉൾപ്പെടെ ഈ പുഴയിൽ കിടക്കുന്നതാണ്. ഇത് മാറ്റാൻ വേണ്ടി ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ എങ്ങനെയാണ്? മാത്രമല്ല ഈ ഈശ്വർ മൽപ്പയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചു, പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പങ്കുവച്ചതെന്ന്. എങ്ങനെയാണ് ഈശ്വർ മൽപെ ഈ വിഷയത്തെ, ഈ തെരച്ചിലിനെ കാണുന്നത്? അർജുൻ ഉൾപ്പെടെയുള്ള കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈശ്വർ മൽപെ, നമ്മൾ രാവിലെ ഈശ്വർ മൽപയുമായി സംസാരിച്ചതാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കിട്ടിയ ലോറിയുടെ ഭാഗങ്ങൾ, അതായത് അർജുൻ്റെ ലോറിയുടെ അതേ ഭാഗങ്ങൾ, അത് ലോറി ഉടമയും സ്ഥിരീകരിച്ചിരുന്നു. ആ ഭാഗങ്ങൾ കണ്ടെത്തിയോടുകൂടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം 28 ദിവസത്തിന് ശേഷം നടത്തിയ തെരച്ചിലാണ് ആദ്യമായി ലോറിയുടെ ഒരു ഭാഗങ്ങൾ ശിരൂർ ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്നും ലഭിക്കുന്ന ഗംഗാവലി പുഴയിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ വലിയ പ്രതീക്ഷയോടെ കണ്ടത്. പക്ഷേ രാവിലെ തന്നെ ഈ ജില്ലാ കളക്ടർ ഇതിൽ ഇടപെട്ട് 8 മണിക്കാണ് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് 10 മണിക്ക് വരെ ഇത് മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ എത്തിയതിനു ശേഷം മാത്രം തെരച്ചിൽ നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം നൽകിയുണ്ടായി. പക്ഷേ പിന്നീട് അവർ എത്താത്തതുകൊണ്ട് ആ നിർദ്ദേശം കാത്തിരിക്കാതെ തന്നെ മൽപെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മൽപ പലതവണ ഈ ആഴങ്ങളിലേക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഉച്ചവരെ ഈ സമയം വരെ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും ലോറിയുടെ വസ്തുക്കളൊന്നും തന്നെ ലഭിച്ചില്ല. ഇതിൽ ഏറ്റവും നിർണായകമായത് രാവിലെ ഈ ഡീസലിന്റെ അംശം ഈ പ്രദേശത്ത് കണ്ടതാണ്. ഈ പുഴയുടെ ആ ഒരു വശത്തായി ഇത്തരത്തിൽ ഡീസൽ മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഇടം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത്. നേവിയും അത്തരത്തിൽ 2 മുങ്ങൽ വിദഗ്ധന്മാരെ ഇന്ന് ഒരുക്കിയിരുന്നു. അവരും ഇതേ സ്ഥലത്ത്, അതായത് 4 മുങ്ങൽ വിദഗ്ധരാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഈ സമയം വരെ ലോറിയുടെ എന്തെങ്കിലും വസ്തുക്കൾ ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. AK അഷ്റഫ് ഉൾപ്പെടെ പറഞ്ഞത് ഇന്ന് വൈകിട്ട് വരെ തെരച്ചിൽ തുടരും. അതിനിടയിൽ തന്നെ മറ്റ് സംവിധാനങ്ങൾ, അതായത് നാളേക്ക് ഇന്ന് ഏതെങ്കിലും തെരച്ചിലിൽ അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താനുള്ള ഒരു മാർഗമാണ് സ്വീകരിക്കുന്നത്. അതിനാണ് ഗോവയിൽ നിന്നുള്ള ഈ യന്ത്രം കൊണ്ടുവരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കൊങ്കൺ റെയിൽ ഉള്ളതുകൊണ്ട് തന്നെ റോഡ് മാർഗം കൊണ്ടുവരാൻ അത് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് കടൽ മാർഗം എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മറ്റന്നാളോട് കൂടി തന്നെ ഇവിടെ എത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ മൺതിട്ടകളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും. മൺതിട്ടകൾ നീക്കം ചെയ്താൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഈ ലോറി അവിടെ തന്നെ ഉണ്ടോ, ലോറി ഏത് രീതിയിലാണുള്ളത്, എത്രത്തോളം ചെളിയുണ്ടോ, അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലായിരിക്കും നടക്കുക. ഏതായാലും ഇന്നത്തെ തെരച്ചിലിൽ ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ദുഷ്കരമാണ് തെരച്ചിൽ എന്നത് വാസ്തവമാണ്. നമ്മൾ ആ പുഴയിൽ രാവിലെ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുടുംബത്തിന്റെ, അർജുന്റെ കുടുംബത്തിന്റെ പ്രയാസമാണ്. 1 മാസത്തോളമായി അർജുന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവസാനമായി അർജുനെ ഒന്ന് ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബം. അതോടൊപ്പം ആ ലോറി ഉടമ മനാഫ്, അവർ ഈ 1 മാസമായി ഇവിടെ തന്നെ തുടരുകയാണോ, ശിരൂരിൽ തന്നെ തുടരുകയാണോ? അതിനിടെ നമുക്ക് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി, ചില അലംഭാവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എങ്ങനെയാണ്? തീർച്ചയായും ടോമേ, തുടക്കം മുതൽ തന്നെ കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് കുടുംബം ഉന്നയിച്ചത്. അത് പ്രത്യേകിച്ച് കർണാടക സർക്കാരല്ല, ജില്ലാ ഭരണകൂടമാണ്, ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ്. അവർ ഈ കാര്യത്തിൽ വലിയ തോതിൽ അലംഭാവം ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഇന്ന് പോലും ഈ 8 മണിക്ക് തുടങ്ങേണ്ട രക്ഷാദൗത്യം വൈകിപ്പിച്ചത് ജില്ലാ കലക്ടറുടെ ഇടപെടലാണ്. ഇന്നലെ നേവി തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നേവിക്ക് അതിനുള്ള അനുമതി ജില്ലാ കലക്ടർ നൽകിയിരുന്നില്ല. അങ്ങനെ ഇന്നലത്തെ തിരച്ചിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വൈകിട്ട് ഈ മൽപെ അനുമതിയില്ലാതെ, ആ കലക്ടറുടെ ഇടപെടൽ അനുമതിയില്ലാതെയാണ് തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ അത് ഈ തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും കർണാടക സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണം MLA യുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ. കാരണം ഗോവയിൽ നിന്നുൾപ്പെടെ അത്തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താൻ വരും ദിവസങ്ങളിൽ ആലോചിക്കുന്നത് തന്നെ അതിന്റെ ഭാഗമാണ്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുന്നില്ല എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് ശിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. KV ബൈജു തുടക്കം മുതൽ ശിരൂരിൽ നിന്നും ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സംഘത്തിലുള്ള വ്യക്തിയാണ്. കൃത്യമായി ഇതിന്റെ ദുരിതങ്ങൾ ഈ കുടുംബം അനുഭവിക്കുന്ന രക്ഷാപ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടക്കം കൃത്യമായി അറിയാവുന്നൊരു മാധ്യമപ്രവർത്തകനാണ് KV ബൈജു. ഇതുപോലെ നിരവധി മാധ്യമപ്രവർത്തകർ, കേരളത്തിൽ നിന്ന് നിരവധി മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടലാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള
ഒരു നീക്കം പോലും ഉണ്ടായത്. കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉചിതമായൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകട്ടെ. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനും പരാതിക്കാരിക്കും കൌൺസിലിംഗ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. കൌൺസിലിംഗിന് ശേഷം റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും അതുവരെയും ഒരു നടപടിയും പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. രാഹുലിനെതിരെയുള്ള പരാതി ഗുരുതരമാണെന്ന് നിരീക്ഷിച്ച കോടതി ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നും വ്യക്തമാക്കി. വിളിപ്പിച്ചു, രണ്ടുപേരും അടുത്ത് കോടതി തന്നെ നേരിട്ട് കേട്ടു. അതിനുശേഷം ഇവരെ കൌൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിന്റെ ബേസിസിൽ അവരെ കൌൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം, രാഹുലിന് എഗൻസ്റ്റുള്ള സ്റ്റെപ്സ് എല്ലാം തൽക്കാലം നിർത്തിവെച്ചേക്കുകയാണ്. ബാക്കി എന്നിട്ട് കോടതി കൌൺസിലിംഗിന്റെ തീരുമാനത്തിനനുസരിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. അതുവരെ എല്ലാ സ്റ്റെപ്പുകളും നിർത്തിവെച്ചേക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കോടതി നടന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് നമുക്കറിയാം, ഇത് നമ്മുടെ പോലീസിനെയും നിയമ വ്യവസ്ഥയും ഒക്കെ കബളിപ്പിച്ച, അതല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെയൊക്കെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസ് കൂടിയാണ്. പോലീസിന് മേൽ ഒരു പോലീസുകാർ ഉൾപ്പെടെ ഈ പരാതിക്കാരിയുടെ പരാതിക്ക് പിന്നാലെ നടപടി നേരിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പരാതി പിൻവലിക്കുന്നു, മൊഴിമാറ്റം ഉണ്ടാകുന്നു. ഒടുവിൽ കോടതിക്ക് മുൻപാകെ രാഹുലും പരാതിക്കാരിയും എത്തുമ്പോൾ കോടതിക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഈ പരാതിക്കാരിയുടെ മൊഴിമാറ്റത്തിലടക്കം? ടോം, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവർക്കും കൗൺസിലിംഗ് നൽകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലിംഗ് നൽകുന്നതിനായി ലീഗൽ സർവീസസ് സൊസൈറ്റി അതോറിറ്റിയെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ വേണം കോടതിയിൽ സാക്ഷ്യപ്പെടുത്താനെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 21-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ മറ്റു നടപടികൾ പാടില്ല എന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമ വൃത്തങ്ങളെ, മിഷണറിയുടെ മുഴുവൻ സാധുതയും ഉപയോഗിച്ച ഒരു കേസ് തന്നെയാണ് സ്ത്രീധന പീഡന നിയമം, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമം. ഇത്തരത്തിലുള്ള മുഴുവൻ മിഷണറിയെയും മുഴുവൻ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിച്ചമച്ച കേസ് എന്ന് നമ്മൾ ഇപ്പോൾ പറയേണ്ടി വരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഒരച്ഛൻ മകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ അവൾക്കൊപ്പം നിന്നതിന്റെ അച്ഛന്റെ നന്മയെ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു പന്തീരാംകാവ്. കാരണം ഈ അച്ഛനൊരു മാതൃകയാണ്. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിസ്മയ, ഉത്ര പോലെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, ഇരകളെ ചൂണ്ടിക്കാട്ടി ഈ കേസ് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അങ്ങേയറ്റം കേരളത്തിലെ ഒരുപക്ഷെ അല്പം പുരോഗമനവാദികളായ ആളുകളെങ്കിലും അങ്ങേയറ്റം സന്തോഷിച്ച കുറച്ച് അച്ഛന്മാരെങ്കിലും കുറച്ച് പാരൻസെങ്കിലും അവരുടെയെങ്കിലും കണ്ണു തുറപ്പിച്ച ഒരു സാഹചര്യം കൂടി ഈ കേസിലൂടെ കടന്നുപോയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് പെൺകുട്ടി മൊഴിമാറ്റുകയാണ്. വീട്ടുകാർ നിർബന്ധിച്ച ശേഷമാണ് താൻ ഇങ്ങനെ ഒരു പരാതി നൽകിയത്, രാഹുലേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നുള്ള തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ പെൺകുട്ടി ഇറക്കുന്നു. എന്തായാലും രാഹുൽ ഇതിൽ കുറ്റക്കാരനല്ല. പക്ഷേ ബ്ലൂ കോർണർ നോട്ടീസ് വരെ പുറപ്പെടുവിച്ച ഒരു കേസാണ്. കാരണം രാഹുൽ ജർമ്മനിയിലേക്ക് കടക്കുന്നു. ജർമ്മനിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കേരള പോലീസും അതുപോലെ മറ്റ് ഇന്റർനാഷണൽ അതോറിറ്റികളും ഈ കേസിൽ ഇടപെട്ടു എന്നുള്ളതും ഇതിനകത്ത് കാണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട്, കോടതി ഇപ്പോഴും പറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ മാരകമായിരുന്നു. അത് ശരിയാണ്. കാരണം ഞാനും ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത്, അല്ലെങ്കിൽ മർദ്ദനം ഏറ്റിരുന്ന ഒരു സമയത്ത് അങ്ങേയറ്റം മാരകമായ മുറിവുകൾ അതിന്റെ മുഖത്തും ശരീരത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു SHOയ്ക്ക് ഉൾപ്പെടെ സസ്പെൻഷൻ വരെ നേടിക്കൊടുത്ത ഒരു കേസ് നിൽക്കുമ്പോൾ പന്തീരങ്കാവ് SHO ഒന്ന് സസ്പെൻഷനിലായി. ഈ കേസിൽ വേണ്ടത്ര നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് പന്തീരങ്കാവ് SHOയുടെ നീക്കമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകുകയും ഈ പരാതി അടിസ്ഥാനത്തിൽ SHOയ്ക്ക് ഉടനടി സസ്പെൻഷൻ ഉണ്ടാവുകയും
വനിതാ കമ്മീഷൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. മാത്രമല്ല മന്ത്രി ബിന്ദു നേരിട്ട് പെൺകുട്ടിയെ സന്ദർശിച്ചു. അങ്ങനെ അതോറിറ്റികളെല്ലാം ഇടപെട്ട ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഇങ്ങനെ മിഷണറിയെ പറ്റിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ഇതിന് മറ്റൊരു ഹർജി കൂടി വേണമെങ്കിൽ ഇതിനകത്ത് പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടി, ഒരു ലൂപ്പ് ഹോൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും പക്ഷെ അങ്ങനെയെങ്കിൽ അത് ആരാണ് നമ്മുടെ നിയമ സംവിധാനത്തെ കബളിപ്പിച്ചെന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ ആജ്ഞ. കാരണം ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണെങ്കിൽ അതാരാണ് ഈ പരാതിക്കാരി? ഈ പെൺകുട്ടിയാണോ കെട്ടിച്ചമച്ച പരാതി നൽകിയത്? അതോ പെൺകുട്ടി ആരോപിക്കുന്നത് പോലെ ആ പെൺകുട്ടിയുടെ കുടുംബമാണോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും പല ദുരൂഹതകളും നിലനിൽക്കുന്നത്. ഈ യുവതിയെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചതാണ് എന്ന രീതിയിലുള്ള ആരോപണം കുടുംബം പോലും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ കേസ് പൂർണ്ണമായും പോലീസ് എഴുതി തള്ളിയോ? അതോ ഇത്തരം ഈ കെട്ടിച്ചമച്ച പരാതി അല്ലെങ്കിൽ വ്യാജ പരാതിയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് കോടതി പ്രത്യേകിച്ച് സൂചിപ്പിച്ചത്. 21-ാം തീയതി ഇരുവർക്കും കൗൺസിലിംഗ് നൽകിയ ശേഷം, കൗൺസിലിംഗ് റിപ്പോർട്ട് കോടതിയിൽ കിട്ടിയ ശേഷം മാത്രമേ ഈ കേസിൽ മറ്റു നീക്കുപോക്കുകൾ ഉണ്ടാകാവൂ എന്ന് തന്നെയാണ് കോടതി അടിവരയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റ് സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ടോം ചോദിച്ചതുപോലെ ഇതിനകത്ത് ഒരുപക്ഷെ പ്രതികളാകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരടക്കമുള്ള ആളുകളായിരിക്കാം. പക്ഷേ പെൺകുട്ടി നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിൽ പോലും അത് തിരുത്തി പറയാൻ തയ്യാറായില്ല. മാത്രമല്ല വിശ്വസനീയമായ തരത്തിൽ അവരുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തതുപോലെയുള്ള കഥകൾ തന്നെയായിരുന്നു നമ്മൾ കേട്ടത്. അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പീഡന പരാതിയിൽ അല്ലെങ്കിൽ മർദ്ദനത്തിന്റെ പാടുകൾ ശരീരത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിലൊക്കെയും വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞത് സ്ത്രീധന പീഡനം കൂടി അതിനേക്കത്തേക്ക് ഇമ്പോസ് ചെയ്തതാണോ എന്നുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടത്. മാത്രമല്ല അതിനുശേഷം അതായത് അതിന്റെ കോഴിക്കോട് കോടതിയിലേക്ക് പന്തീരങ്കാവിലേക്ക് വിളിച്ച് പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കുന്നത് വരെ പെൺകുട്ടിയുടെ നിലപാട് ഏതാണ്ട് വ്യക്തമായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് പെൺകുട്ടി കഴക്കൂട്ടത്തുള്ള ഇവരുടെ ഓഫീസിൽ, അതായത് ടെക്നോ പാർക്കിലെ ഒരു ഓഫീസിൽ TCS-ൽ ജോലിക്കാരിയായിരുന്നു ഈ പെൺകുട്ടി. അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എല്ലാ ദിവസവും ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. ഒരു ശനിയാഴ്ച പെൺകുട്ടിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ടോക്കുകൾ, ഗ്രാജുവലി ഉള്ള ടോക്കുകൾ മാത്രമാണ് പെൺകുട്ടിയുമായി ഉണ്ടായതെന്ന് അച്ഛൻ പറയുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, സുഖമായിരിക്കുന്നു, അങ്ങനത്തെയുള്ള കാഷ്വൽ ടോക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറയുന്നു. ശനിയാഴ്ച ദിവസം പെൺകുട്ടിയെ അവിടുന്ന് കാണാതാകുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്നൊരു പരാതി കൂടി ഈ അച്ഛൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ആ പരാതി ഇവിടേക്ക് പറവൂരിലേക്ക് ആ കേസ്, വടക്കേക്കരയിലേക്ക് ആ കേസ്, പോലീസ് സ്റ്റേഷനിലേക്ക് ആ കേസ് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴക്കൂട്ടം പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇവിടുന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കഴക്കൂട്ടം പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. പിന്നീട് പെൺകുട്ടി ഡൽഹിയിലുണ്ട് ഞാൻ സുരക്ഷിതയായിരിക്കുന്നു, എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല എന്നുള്ള വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ കാര്യത്തിൽ ഒരു അനുമാനം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ ഈ രാഹുലിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഉള്ളവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന അച്ഛന്റെ പരാതി തള്ളിപ്പോകുന്ന തരത്തിലേക്ക് ആ കേസ് മാറുന്നത്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് വീണ്ടും ലൂപ്ഹോളുകളുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ സർക്കാർ മിഷണറിയെ കള്ളക്കേസ് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് സർക്കാർ മിഷണറിയെ അതിവിപുലമായി ഉപയോഗപ്പെടുത്തിയ ഒരു കേസ്, ഒരു പരാതി എന്നുള്ള നിലയിൽ അത് തന്നെയാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് നിരവധി ആളുകളെ കബളിപ്പിച്ചിരുന്നു. മാധ്യമങ്ങളെ, പൊതുജന സമൂഹത്തെ, രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം. കാരണം ഈ പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ പോലീസ് സ്വീകരിച്ചൊരു നിലപാട് ഇതായിരുന്നു, ഈ സംഭവം, ഈ പരാതി അത്ര ഗൗരവമുള്ളതല്ല, വീണ്ടും ഒന്നുകൂടെ പരിശോധിച്ച ശേഷം മാത്രം നടപടിയെടുത്താൽ മതിയെന്ന്. പക്ഷെ അതിനിടെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. പ്രതിപക്ഷം പോലും പോലീസിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് രാഹുലിനും കുടുംബത്തിനുമെതിരെ കേസ് പോലും പോലീസ് എടുത്തത്. പിന്നീട് ഈ പ്രതി രാഹുലിനെ
സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ചില പോലീസുകാർക്കെതിരെ നടപടി പോലും ഉണ്ടായി. ഒരുപക്ഷെ ഇനി ഇതുപോലുള്ള ഗാർഹിക പീഡന പരാതികൾ വന്നാൽ ഇനി കേസെടുക്കാൻ പോലീസ് പോലും അല്പം ഭയപ്പെടും എന്ന് തന്നെയാണ് ഈ കേസിന്റെ നടപടികൾ, കോടതി വരെ എത്തിയ പല നടപടികളും സൂചിപ്പിക്കുന്നത്. വിദേശത്ത് നിന്നും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ശേഷം ഓട്ടോയിൽ കയറിപ്പോയ ആളെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി. 2 കാറുകളിലായി എത്തിയ 8-അംഗ സംഘമാണ് തകരപ്പറമ്പിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത്. ചാക്ക സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വൈശാഖ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയല്ല, പുള്ളിക്കാരൻ ഇവിടെ നടന്നു വന്നതാണ്. പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് ഓട്ടം പോകുമെന്ന് ചോദിച്ചു. പോകുമെന്ന് പറഞ്ഞ് വണ്ടി കയറി ഇവിടെ നേരെ പോയി തമ്പാനൂർ പോയിട്ട് എന്നിട്ട് തിരുനെൽവേലിക്ക് പോകാനുള്ള ആളാണ്. പുള്ളിക്കാരൻ തമിഴാണ് സംസാരിച്ചത്. പിന്നെ പോണ വഴിക്ക് തന്നെ തകരപ്പറമ്പിന്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് കാറ്, വെള്ള കാറ് വന്നായിരുന്നു. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരന് ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു. പിടിച്ച് വലിച്ചിട്ടു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാര്യം എന്തെന്ന് വെച്ചപ്പോൾ എന്റെ കൈ പിടിച്ച് വളച്ചു വെച്ച്, എന്നിട്ട് പയ്യനെ ഇടയിൽ കൂടെ തന്നെ എടുത്തുകൊണ്ട് കാറിന്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു. അപ്പോഴെന്നെ ഞാൻ നേരെ ഫോർട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു ആളെ മിസ്സിംഗ് ആണ്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. വേറെ ഒന്നും അറിയണ്ട. പുള്ളിക്കാരെ ഇടയ്ക്ക് മലയാളവും പറഞ്ഞുണ്ട്, പയ്യൻ മലയാളവും പറയുന്നുണ്ട്. ഇല്ല, വണ്ടി ഫോളോ ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. 2 കാറ്, ഒരു വൈറ്റ് ഷിഫ്റ്റ്, പിന്നെ രണ്ടാമത്തെ ഒരു ഗ്രേ കാറാണ്. പേരറിഞ്ഞില്ല, കാറിന്റെ പേര് കാണാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെയാണ് നടന്നു വന്നത്. വേറെ കടയൊന്നുമില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് കയറിയതാണ്. ഇല്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലായിരുന്നു. തിരുനെൽവേലി പോകാൻ. അപ്പൊ ആ തമ്പാനൂർ പോയിട്ട് നാഗർകോവിൽ ബസ്സിൽ കയറി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ടൈം നോക്കിയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോയത്. സംസാര വിഷയമൊന്നും ഇല്ലായിരുന്നു. അടിച്ച് എടുത്തോണ്ട് പോയി. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വി വിനോദ്, എപ്പോഴാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്? ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് ഈ തട്ടിക്കൊണ്ടുപോയ 8-അംഗ സംഘമെന്നോ പോലീസ് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അപ്പം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെർമിനൽ 2 ആ കവാടമാണ്, ചാക്ക ഭാഗത്തുള്ള കവാടം. അവിടെയാണ് ഓട്ടോ പിടിക്കുന്നത്. അദ്ദേഹം തമ്പാനൂരേക്ക് പോകണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഡ്രൈവർ വൈശാഖിന്റെ മൊഴി. വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് വന്ന ആണോ എന്ന കാര്യം വ്യക്തമല്ല. നേരത്തെയും ഇതുപോലുള്ള സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകലും കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് വന്ന ആളാണോ അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന ആളാണോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായിരുന്നാലും ഈ കവാടത്തിനടുത്ത് നിന്നാണ് അദ്ദേഹം ഓട്ടോയിൽ കയറുന്നത്. തുടർന്ന് തമ്പാനൂരിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വാഹനം ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകരപ്പറമ്പിലേക്ക് എത്തുമ്പോഴാണ് പിന്നാലെ ഉണ്ടായിരുന്ന 2 കാറുകൾ, ഈ കാറുകൾ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയും ഓട്ടോയിലുണ്ടായിരുന്ന ആളെ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമയത്ത് ഓട്ടോ ഡ്രൈവർ വൈശാഖിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. വൈശാഖിന്റെ കൈ പിടിച്ച് തിരിച്ചു എന്ന കാര്യമാണ് ഡ്രൈവർ പറയുന്നത്. എന്തിനായിരുന്നു ഈ ഒരു തട്ടിക്കൊണ്ടു പോകൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വഞ്ചൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഓട്ടോയിൽ അദ്ദേഹം കയറുന്ന സമയം മുതൽ തന്നെ 2 കാറുകൾ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഡ്രൈവർ പറയുന്നുണ്ട്. വെള്ള നിറത്തിലെയും അതോടൊപ്പം തന്നെ ഗ്രേ നിറത്തിലെ 2 കാറുകൾ. ഒരു കാറ് സ്വിഫ്റ്റ് ആണ്, മറ്റേ കാർ ഏതാണ് എന്നത് കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രാത്രിയായിരുന്നു, ആ സമയമായതുകൊണ്ട് തന്നെ നമ്പരോ മറ്റു കാര്യങ്ങളോ വ്യക്തമല്ല. വെള്ള കാർ അത് കേരള രജിസ്ട്രേഷനിലുള്ളതെന്നാണ് കണക്കാക്കുന്നത്. പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല എന്ന് ഡ്രൈവർ പറയുന്നു. തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ്, നാഗർകോവിലിലേക്ക് എത്തണം എന്ന നിലയിൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. തമ്പാനൂരിൽ നിന്നാണ് ബസ് കയറേണ്ടതെന്ന് പറഞ്ഞു. ആ ദിശയിലാണ് ഓട്ടോ. അതിലാണ് ചില സംശയമുള്ളത് വിനോദ്. കയ്യില് ഈ യുവാവിന്റെ കയ്യില് ബാഗോ മറ്റോ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് വിദേശത്ത് നിന്നെത്തിയ ആളാണെന്ന് അങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമോ? അതോടൊപ്പം നമുക്ക് തുടക്കത്തിൽ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഏതെങ്കിലും സ്വർണം പൊട്ടിക്കൽ സംഘമാണോ ഇതിന് പിന്നിൽ, തട്ടിക്കൊണ്ടുപോകൽ കേസിന് പിന്നിലെന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സ്വർണം ഉള്ളതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല. ബാഗ് കൈവശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ടോ?
ടോം, അക്കാര്യത്തിൽ സംശയങ്ങളുണ്ട്. കാരണം നേരത്തെയുള്ള അനുഭവം അങ്ങനെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരം സംഭവങ്ങൾ, രണ്ടനുഭവങ്ങൾ ഇതിനിടയിൽ തന്നെ നടന്നു. മലയാളിയായ ഒരാളെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശിയായ മറ്റൊരാളെയും വ്യത്യസ്ത സംഭവങ്ങളിലായി ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പിന്നീട് അവരെ പോലീസ് മോചിപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഒരാളെ ഈ തരത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോവുകയും ചിറയൻകീഴിനടുത്തൊരു സ്ഥലത്ത് രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയും ഏതാണ്ട് 3 ദിവസത്തോളം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു. തമിഴും മലയാളവും സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓട്ടോയിൽ കയറിയതെന്ന് വൈശാഖ് പറയുന്നുണ്ട്. കയ്യിൽ മറ്റ് ബാഗുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ചില സംശയങ്ങളുള്ളത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആളാണെങ്കിൽ ഒരുപക്ഷെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അതെവിടെയെങ്കിലും ഒളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ തർക്കങ്ങൾക്ക് കാരണമാകുന്നത്. കാരണം ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ അവർ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് അത് നടത്തുമ്പോൾ ഇതിനിടയിൽ ഇത്തരത്തിൽ സ്വർണം മാറ്റുന്ന പ്രവണതയുണ്ട്. ഈ കാരിയർമാരായി കൊണ്ടുവരുന്ന ആളുകൾ ഒരുപക്ഷെ അവർ തന്നെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണം ആ വഴി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യും. ഇത് ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകലോ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളോ അതുപോലുള്ള സംഭവങ്ങളിലേക്കാണ് ഏറ്റവും ഒടുവിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വിമാനത്താവളം സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തു നിന്നും ഓട്ടോയിൽ കയറിയ ആളെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഈ യുവാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ ചേലക്കരയിൽ ആൾക്കൂട്ട മർദ്ദനം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മറ്റേ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം മാർക്ക് 4 അവിടെയാണല്ലോ ഇന്ന് മൽപ്പെ തെരച്ചിൽ നടത്തുക. അതിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെയല്ലേ നമുക്ക് ഈ ലോറിയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടെത്തി. ഇപ്പൊ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ സാധനങ്ങൾ കിട്ടിയത്. ഓവർ ഡീപ്പിലേക്ക് മൽപ്പെ ഇന്നലെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടൈം 4 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് അതുമാത്രമല്ല, മൽപ്പയ്ക്ക് ഒരാൾ മാത്രമാണല്ലോ ഡൈവ് ചെയ്തത്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മൽപ്പയ്ക്ക് ഇനിയും ഡീപ്പിലേക്ക് പോയി തിരയാൻ പറ്റും. അതേമാതിരി തന്നെ ഇപ്പോൾ വേറൊരു ടാസ്ക് ഉള്ളത്, വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരാണ് ടാർഗറ്റ്. അപ്പൊ ഈ ആൽമര എങ്ങനെ വെളിയിലേക്ക് എടുക്കും, അതിന്റെ അടിയിലാണ് ലോറി ഉള്ളത് എന്നുള്ളതാണ് ഒരു സൂചന. ഈ മാൽപ്പയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. മാൽപ്പ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇന്നത്തെ തെരച്ചിലിൽ? മാൽപ്പ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഇപ്പൊ 5-6 ദിവസമായിട്ട് മാൽപ്പ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത്. പിന്നെ മുന്നേ മാൽപ്പ പറഞ്ഞിരുന്നത് 0 വിസിബിലിറ്റി. ഇപ്പൊ അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആണല്ലോ ഒരു 1/4 മണിക്കൂറിന്റെ ഉള്ളിൽ. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ ചേലക്കരയിൽ ആൾക്കൂട്ട മർദ്ദനം. ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ച സംഘം ഓട്ടോറിക്ഷയും തല്ലിത്തകർത്തു. വെങ്ങാനല്ലൂർ സ്വദേശി അനീഷിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആളെന്റെ കഴുത്തിന് പിടിച്ചു. അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റിയപ്പോ ആള് മുഖത്തടിച്ച് എണ്ണാക്കി മാറ്റി. സംഭവം വളച്ചൊടിച്ചു. അതിനുശേഷം പുള്ളിയുടെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന ഒരു 15-18 മേലെ ആളുകളുണ്ട്. എന്നെ വളഞ്ഞിട്ട് തല്ലി. വണ്ടിയുടെ ഗ്ലാസിന്റെ ചില്ല് തല്ലി പൊട്ടിച്ചു. എന്നെ ഇവിടൊക്കെ തല്ലിയുണ്ട്. ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ എനിക്കിന്ന് കാലത്ത് ഒട്ടും വയ്യ. വീണ്ടും അഡ്മിറ്റ് ആവാൻ പോവാണ്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ അനീഷ് എന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? ഈ മർദ്ദിച്ച സംഘത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പോലീസിൽ നിന്നും വിവരം ലഭിക്കുമ്പോൾ ഉതുവടി സ്വദേശികളാണ് ഈ അനീഷിനെ മർദ്ദിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 9 മണിയോടെ ചേലക്കരയിൽ നിന്നും ഉതുവടിയിലേക്കായിരുന്നു അനീഷിന്റെ ഓട്ടോയിലേക്ക് ഒരു വ്യക്തി കയറിയത്. ഉതുവടി സ്വദേശിയാണ്. അയാൾ പോകുന്ന വഴിയിൽ ആദ്യം ഒരു കടയിൽ കയറുകയും പിന്നീട് മറ്റൊരു കടയിൽ കയറി അങ്ങനെ ഓട്ടോ പലയിടങ്ങളിലായി നിർത്തി. പിന്നീട് ഉതുവടിയിലെ വീട്ടിന് സമീപം എത്തി. ആ സമയത്ത് അനീഷിനോട് പറഞ്ഞു. ആ സമയത്ത് ഏകദേശം 10 മണിയാകുന്നു.
അനീഷിനോട് പറയുന്നു തിരിച്ച് ചേലക്കരയിലേക്ക് ഒന്നും കൂടി പോകണം, തനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ടത്. അപ്പോൾ അനീഷ് പറഞ്ഞു 10 മണിക്ക് ശേഷം താൻ വണ്ടി ഓടില്ല, തനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിനാൽ ഈ യാത്രക്കാരനെ ഉതുവടിയിൽ ഇറക്കി വിട്ട ശേഷം അനീഷ് പോകുമെന്ന് പറയുന്നു. പക്ഷേ ഇത് യാത്രക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അനീഷ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയും അനീഷിന്റെ മുഖത്തടിക്കുകയും ചെയ്തു. ഈ സമയത്ത് അനീഷ് ഇയാളുടെ യാത്രക്കാരന്റെ കയ്യിൽ തടഞ്ഞു വെച്ചിരുന്നു. ഇതാണ് പ്രകോപനമുണ്ടായത്. ഈ സമയത്ത് തന്നെ ഈ യാത്രക്കാരൻ അയാളുടെ വീട്ടിന് സമീപത്തുണ്ടായിരുന്ന ആളുകളെയും ഒപ്പം മകനെയും വിളിച്ചു കൂട്ടുകയും ഈ ഓട്ടോ ഡ്രൈവർ തന്നെ മർദ്ദിച്ചു എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ മകനും ഒപ്പം ഈ യാത്രക്കാരനും നാട്ടുകാരും ചേർന്ന് ഈ ഓട്ടോ തല്ലി തകർക്കുകയും അനീഷിനെ മാരകമായി മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ അനീഷ് ചേലക്കര ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് വീട്ടിലെത്തിയെങ്കിലും രാവിലെയോടുകൂടി അനീഷിന് കൂടുതൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. എന്തായാലും ചേലക്കര പോലീസിന് പരാതി നൽകി. തന്നെ മർദ്ദിച്ചതിന് ശേഷം താൻ മർദ്ദിച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ആളുകളെ വിളിച്ചുകൂട്ടി തന്നെ മർദ്ദിച്ചത് എന്നാണ് അനീഷ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ചേലക്കരയിൽ നിന്നും അനീഷിന്റെ ഓട്ടോയിലേക്ക് ഈ യാത്രക്കാരൻ കയറിയത്. പിന്നീട് 10 മണിയോടുകൂടി വീട്ടിലെത്തുകയും തിരിച്ചു വീണ്ടും ചേലക്കരയിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു. പിന്നീടാണ് ഈ അനീഷിനെ മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത് കേട്ടോ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചേലക്കരയിലാണ് ആൾക്കൂട്ട മർദ്ദനമുണ്ടായത്. ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിച്ച സംഘം ഓട്ടോറിക്ഷയും തല്ലി തകർത്തു. സംഭവത്തിൽ ഈ അക്രമികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ആരാണോ ആക്രമണം നടത്തിയത് അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.